ആ പൃഥ്വിരാജിന്റെ ഫൈറ്റ് നല്ല ഫൈറ്റ്. പൃഥ്വിരാജ് കലക്കില്ലേ? സൂപ്പറായിരുന്നു, അടിപൊളി പടമായിരുന്നു. ഗംഭീരമായിട്ടുണ്ട്. സച്ചിയേട്ടന്റെ ഒരു വലിയൊരു ടച്ച് ഉണ്ട്. തിലകൻ ചേട്ടന്റെ മകൻ ഷമ്മി തിലകനാണെന്ന് തെളിയിച്ചു. പാൻ ഇന്ത്യ, ഇത് നമ്മുടെ പാൻ കേരള. വിഷ്വലി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സിനിമ, തിയേറ്ററിക്കലി വാച്ച് ചെയ്യേണ്ട സിനിമ. മസ്റ്റ് വാച്ച് ആണ്, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ആവറേജ് പരിപാടിയാണ്. കുറച്ച് ലെങ്തി ആയിപ്പോയി. കുറച്ചുകൂടി എഡിറ്റ് ചെയ്തിട്ടെങ്കിലും കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കും. പൃഥ്വിരാജിന്റെ അടുത്തൊരു മാസ് പടം തന്നെയാണ്. നല്ല മാസ് എന്റർടൈനറാണ്. പിന്നെ സ്റ്റോറി കൊള്ളാം, ലൊക്കേഷൻ കൊള്ളാം, പിന്നെ ബീജിയം കൊള്ളാം. ഇതിനകത്ത് എടുത്തു പറയത്തക്ക എന്ന് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ്റെ മകൻ ഷമ്മി തിലകനാണെന്ന് തെളിയിച്ചു. നല്ല അസാധ്യ പെർഫോമൻസ്. പിന്നെ കുറേ ആളുകൾ, പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു എമ്പുരാൻ ലെവലിൽ പോവുകയാണെങ്കിൽ പറ്റത്തില്ല, പക്ഷെ ഒരു പുഷ്പയുടെ ഒരു കേരള വെർഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. പക്ഷെ മാസ് ഉണ്ട്. പുഷ്പയുടെ കേരള വെർഷൻ, പുഷ്പ പാൻ ഇന്ത്യ, ഇത് നമ്മുടെ പാൻ കേരള. ഗംഭീരമായിട്ടുണ്ട്. സച്ചിയേട്ടന്റെ ഒരു വലിയൊരു ടച്ച് ഉണ്ട്. സൂപ്പറായിരുന്നു, അടിപൊളി പടമായിരുന്നു. പിന്നെ ചിരിക്കാൻ അത്യാവശ്യം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസും ഉണ്ട്. ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ പടമായിരുന്നു. രാജേട്ടൻ സൂപ്പറായിരുന്നു. രണ്ടും ഉണ്ട്, പക്ഷെ കൂടുതലും ടെററാണ് വരുന്നത്. വിഷ്വലി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സിനിമ. ഷമ്മിച്ചാൻ അടിപൊളിയായിട്ടുണ്ട്, ജെയ്ക്സ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാം കൊണ്ടും തിയേറ്ററിക്കലി വാച്ച് ചെയ്യേണ്ട സിനിമ. അപ്പോൾ നല്ല ഉഗ്രം കൊമേഴ്ഷ്യൽ പടം, നല്ല വിഷ്വലി ഭയങ്കര ഗ്രാൻഡാണ്. വിഷ്വലി കാണാനുണ്ട്, നല്ല പ്രൊഫഷണൽ ക്വാളിറ്റി. കലക്കിയല്ല, നല്ല ഇതായി. ആ ഫൈറ്റും ഒക്കെ നല്ല കലക്കി, നല്ല പടമായിരുന്നു. ആ പൃഥ്വിരാജിന്റെ ഫൈറ്റ് നല്ല ഫൈറ്റ്, നല്ല ഇതായിരുന്നു. പൃഥ്വിരാജാണ് ഏറ്റവും കലക്കിയേക്കണേ. തിലകനും പൃഥ്വിരാജും നല്ല ഇതായിരുന്നു. നല്ല പടമാണ്, വെരി നൈസ്. മസ്റ്റ് വാച്ച് ആണ്, തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. മ്യൂസിക് നല്ലതാണ്. പൃഥ്വിരാജ് ഓഫ് കോഴ്സ് ഗുഡ്. തിലകൻ ചേട്ടനെ പലപ്പോഴും നമുക്ക് ഓർമ്മ വരും പടത്തിൽ. നോവൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ നോവൽ വായിക്കണം എന്നുള്ളൊരാഗ്രഹവും കൂടെ വന്നിട്ടുണ്ട്. ട്രെയിലർ കണ്ട അതുപോലത്തെ മൂവിയല്ല, നമ്മളൊരു പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അതിലും നല്ല അടിപൊളി മൂവിയാണ്. എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല, അതാ. അയ്യോ അടിപൊളിയായിരുന്നു. അയ്യോ ശരിക്കും എടുത്തു പറയേണ്ടതാണ്, അത് അടിപൊളിയായിരുന്നു. ലൈക്ക് നമുക്ക് പഴയ മാഷിനെയൊക്കെ ഓർമ്മ വരും, തിലകൻ സാറിൻ്റെ ഇതൊക്കെ. തിലകനൊക്കെ എനിക്കൊരു പടി മുന്നിൽ തോന്നിയത് ഷമ്മി തിലകൻ റോളാണ്. ഷമ്മി തിലകൻ ഒത്തിരി നാൾ വഴി ഒരു തിലകൻ്റെ റേഞ്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല പടം, വാച്ചുകൾ മൂവി തന്നെ. സ്റ്റോറി വൈസ് നമ്മൾ നോവൽ വായിച്ചിട്ട് നിങ്ങൾ അത് പ്രതീക്ഷയല്ല, അത് ആക്ച്വലി നമുക്കൊരു ഇമാജിനറിയാണ് നോവലായിട്ട്. അത് അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ അത് അത്രത്തോളം വരില്ല. സ്ക്രിപ്റ്റ് വായിച്ചതിനേക്കാൾ ഒരുപാട് പടിമേലാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫുൾ ടൈം എൻ്റർടൈനറാണ്, കൊള്ളാം. പൃഥ്വിരാജ് കലക്കില്ലേ? നാടൻ റോളിൽ നമ്മളെ നാട്ടുകാട്ടെന്നൊക്കെ പറയില്ലേ, കിളിലായിട്ട് അടിപൊളി പടം.